ന്യൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യയിൽ ഭരണകൂടത്തെ സായുധ വിപ്ലവത്തിലൂടെ അട്ടിമറിച്ച് തൊഴിലാളി വർഗ ഭരണകൂടം സ്ഥാപിക്കാൻ പുറപ്പെട്ട മാവോയിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ഒന്നൊന്നായി ഭരണകൂടത്തിന് മുന്നിൽ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നു. CPI മാവോയിസ്റ്റ് പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറി ദേവ്ജി എന്ന തിപ്പിരി തിരുപ്പതിയും 4 മുതിർന്ന നേതാക്കളുമാണ് ഫെബ്രുവരി 23-ന് കീഴടങ്ങിയത്. തെലങ്കാനയുടെയും മഹാരാഷ്ട്രയുടെയും അതിർത്തി വനങ്ങളിൽ നിന്നാണ് അവർ കീഴടങ്ങാൻ തെലങ്കാന പോലീസിന് മുന്നിലെത്തിയത്. 40 വർഷം നീണ്ട ഒളിവ് ജീവിതവും സായുധ പോരാട്ടവും അവസാനിപ്പിച്ചാണ് ദേവ്ജി എന്ന മാവോയിസ്റ്റ് പാർട്ടി തലവൻ ഏതാനും സഹാക്കൾക്കൊപ്പം കീഴടങ്ങുന്നത്. ദേവ്ജിക്കൊപ്പം കീഴടങ്ങിയ പൊളിറ്റ് ബ്യൂറോ അംഗം മല്ലരാജ റെഡ്ഡി, തെലങ്കാന സംസ്ഥാന സെക്രട്ടറി ബെഡെ ചൊക്കറാവു എന്നിവരെയും തെലങ്കാന പോലീസ് ഫെബ്രുവരി 23-ന് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഹാജരാക്കിയിരുന്നു. പോലീസ് ദേവ്ജിയുടെ തലയ്ക്ക് 1.5 കോടി രൂപയാണ് വിലയിട്ടിരുന്നത്. 2025-ൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബസവരാജു പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടതോടെയാണ് ദേവ്ജി ആ സ്ഥാനത്തെത്തിയത്. ദേവ്ജി കൂടി കീഴടങ്ങിയതോടെ മാവോയിസ്റ്റ് പാർട്ടിക്ക് അഖിലേന്ത്യാ നേതൃത്വം തന്നെ ഇല്ലാതായിരിക്കുന്നു. നേതാക്കളിൽ പലരും നേരത്തെ കൊല്ലപ്പെടുകയോ ജയിലിലടയ്ക്കപ്പെടുകയോ കീഴടങ്ങുകയോ ചെയ്തു. ഇനി ജനാധിപത്യ മാർഗത്തിലൂടെ സാമൂഹിക പ്രവർത്തനം തുടരുമെന്നാണ് കീഴടങ്ങിയ ദേവ്ജി പറയുന്നത്. കീഴടങ്ങിയെങ്കിലും മാവോയിസം വിമോചനത്തിൻ്റെ പ്രത്യാശയായി തുടരുമെന്നാണ് മല്ലരാജ റെഡ്ഡി പ്രതികരിച്ചത്. ജനാധിപത്യ മാർഗത്തിലേക്ക് മാവോയിസ്റ്റുകൾ മടങ്ങിയെത്തിയാൽ അത് സ്വാഗതം ചെയ്യപ്പെടണം. പോലീസിൻ്റെ വെടിയുണ്ട കൊണ്ടോ ജയിൽവാസം കൊണ്ടോ അവസാനിക്കുമായിരുന്ന അവരുടെ ജീവിതം സമൂഹത്തിൻ്റെ മാറ്റങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. നിലവിലുള്ള ജനാധിപത്യം നിലനിർത്താൻ തന്നെ വലിയ സമരങ്ങൾ ആവശ്യമായ കാലമാണല്ലോ ഇത്. അതിൻ്റെ ഭാഗമാകാൻ അവർക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. പരാജയപ്പെടുമ്പോഴും സമൂഹത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് അവരിൽ ഏറെപ്പേരുടേതുമെന്നതിൽ തർക്കമില്ല. എന്നാൽ ഇത്രകാലം നടത്തിയ സായുധ വിപ്ലവ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായിരുന്നുവെന്നാണോ ദേവ്ജിയുടെ വാക്കുകളുടെ അർത്ഥമെന്ന ചോദ്യം സ്വാഭാവികമാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞവരാണ് അടുത്ത കാലത്തും മുൻകാലങ്ങളിലും മാവോയിസ്റ്റ് നക്സലൈറ്റ് രാഷ്ട്രീയം ഉപേക്ഷിച്ചവരിൽ പലരും. ദേവ്ജിയും മറ്റ് നേതാക്കളും മാത്രമല്ല, ആരോഗ്യ കാരണങ്ങളും പ്രായാധിക്യവും മൂലം സ്ഥാനമൊഴിഞ്ഞ പാർട്ടിയുടെ മുൻ ജനറൽ സെക്രട്ടറി ഗണപതി എന്ന മുപ്പല ലക്ഷ്മണറാവുവും വൈകാതെ കീഴടങ്ങുമെന്നാണ് തെലങ്കാന പോലീസ് പറയുന്നത്. അദ്ദേഹം എവിടെയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഗണപതി മറ്റ് സഖാക്കൾക്കൊപ്പം കാട്ടിലല്ല കഴിയുന്നത്, നേപ്പാളിലോ ഏതോ ഇന്ത്യൻ നഗരത്തിലോ ആണെന്ന് പറയപ്പെടുന്നു. ഇനിയും കൂടുതൽ വിപ്ലവകാരികൾ ആയുധം വെച്ച് കീഴടങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ കീഴടങ്ങും. ഈ കീഴടങ്ങലുകൾക്ക് കാരണങ്ങളുണ്ട്. മാർച്ച് 31-ന് രാജ്യത്തെ മാവോയിസ്റ്റ് വിമുക്തമാക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് സറണ്ടർ ചെയ്യുന്നവരെ പുനരധിവസിപ്പിക്കുമെന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് തെലങ്കാനയിലും മഹാരാഷ്ട്രയിലും ഒഡീഷയിലുമെല്ലാം നടക്കുന്ന മാവോയിസ്റ്റുകളുടെ കീഴടങ്ങലുകൾ. മാത്രമല്ല, പ്രത്യയശാസ്ത്രപരവും പ്രായോഗികവുമായ കാരണങ്ങളാൽ അവരുടെ പ്രവർത്തനങ്ങൾ നിരന്തരം പരാജയപ്പെടുകയാണ്. അതീവ പ്രഹരശേഷിയുള്ള പോലീസ് സേനയുമായി ഏറ്റുമുട്ടി ഇനിയും പിടിച്ചു നിൽക്കുക എളുപ്പമല്ല എന്നവർ തിരിച്ചറിയുന്നുണ്ട്. 2019 ശേഷം 5571 പേർ കീഴടങ്ങിയെന്നാണ് കണക്കുകൾ പറയുന്നത്. 2025-ൽ മാത്രം 2337 പേർ ആയുധം ഉപേക്ഷിച്ച് കീഴടങ്ങി. മാർച്ച് 30-ന് ശേഷവും സായുധ വിപ്ലവം തുടരുന്നവരെ ഉന്മൂലനം ചെയ്യുകയോ ജയിലിലടയ്ക്കുകയോ ചെയ്യുമെന്നും അമിത്ഷാ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. മാവോയിസ്റ്റ് ഉന്മൂലനം എന്നത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഓപ്പറേഷൻ കഗാർ എന്ന പേരിലാണ് അത് നടപ്പാക്കുന്നത്. 2025-ൽ മാത്രം 365 മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ അറിയിച്ചത്. 6 വർഷത്തിനിടയിൽ 1200 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായി പോലീസ് തന്നെ പറയുന്നു. ഏറ്റുമുട്ടൽ കൊലയെന്നാണ് അതറിയപ്പെടുന്നതെങ്കിലും ഭൂരിപക്ഷവും ഏകപക്ഷീയമായ കൊലപാതകങ്ങൾ തന്നെയാണെന്ന് മാവോയിസ്റ്റ് അനുകൂലികൾ മാത്രമല്ല, മനുഷ്യാവകാശ സംഘടനകളും പറയുന്നുണ്ട്. കൊല്ലപ്പെടുന്നതിൽ വലിയൊരു വിഭാഗം ആദിവാസികളും ദലിതരുമാണ്. പാർട്ടിയുടെ
പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 1022 പേർ കഴിഞ്ഞ വർഷം ജയിലിലായി. 2019 മുതൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം 8000-ഓളമാണ്. 6000-ലേറെ പേർ കീഴടങ്ങുകയും ചെയ്തു. മാവോയിസ്റ്റ് പാർട്ടിയും ആ രാഷ്ട്രീയവും അന്ത്യഘട്ടത്തിലാണ് എന്നാണ് ഈ കീഴടങ്ങലുകളും അറസ്റ്റുകളും നൽകുന്ന സൂചന. ഒരു തരത്തിൽ അമിത്ഷായും കേന്ദ്ര സർക്കാരും പ്രതീക്ഷിച്ചതിലും എളുപ്പത്തിൽ തൽക്കാലത്തേക്കെങ്കിലും രാജ്യത്തെ മാവോയിസ്റ്റ് മുക്തമാക്കാൻ കഴിഞ്ഞുവെന്ന് പറയാം. എന്നാൽ അതിന് കൊടുക്കേണ്ടി വരുന്ന ജീവനുകളുടെ വില വളരെ വലുതാണ്. കീഴടങ്ങാൻ വിസമ്മതിക്കുന്ന കുറച്ചുപേർ ദണ്ഡകാരണ്യത്തിലെ കാടുകളിൽ അവശേഷിക്കുന്നുണ്ടാകും. 1967 ശേഷം ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ നക്സൽബാരി രാഷ്ട്രീയത്തിൻ്റെ തുടർച്ച തന്നെയാണ് മാവോയിസ്റ്റുകളും. 2004 സെപ്റ്റംബർ 21 ആന്ധ്ര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന CPIML പീപ്പിൾസ് വാർ ഗ്രൂപ്പും ബീഹാറിലെ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെൻറ്ററിൽ ലയിച്ച് CPI മാവോയിസ്റ്റ് എന്ന പാർട്ടിയായി മാറിയത്. പീപ്പിൾസ് വാർ ഗ്രൂപ്പിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കൊണ്ടപ്പള്ളി സീതാരാമയ്യ നേതൃസ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടു. പകരം ആ ചുമതല ഏറ്റെടുത്ത ഗണപതി എന്ന മുപ്പല ലക്ഷ്മണ റാവു ആയിരുന്നു മാവോയിസ്റ്റ് പാർട്ടിയുടെ തലവൻ. സായുധ വിപ്ലവത്തിൻ്റെ നിഷ്ഫലത കൊണ്ടപ്പള്ളിയെയും KG സത്യമൂർത്തിയെയും പോലുള്ള മുൻ മാവോയിസ്റ്റ് നേതാക്കൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അവർ പാർട്ടി ഉപേക്ഷിക്കുകയും ചെയ്തു. വിപ്ലവ ഗായകൻ ഗദ്ദറിനെ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ ആകർഷിച്ചവർ അംബേദ്കറിസത്തിലേക്കും കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്കും വരെ എത്തി. CPML ജനശക്തി എന്ന മറ്റൊരു മാവോയിസ്റ്റ് സംഘടന നേതാവായിരുന്ന സീതക്ക എന്നറിയപ്പെടുന്ന ധനസരി അനസൂയ തെലങ്കാന കോൺഗ്രസ് സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയാണ്. മറ്റ് പല നക്സലൈറ്റ് പാർട്ടികളും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ദീപാങ്കർ ഭട്ടാചാര്യ നയിക്കുന്ന CPML ലിബറേഷൻ ദേശീയ തലത്തിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെയും ബീഹാറിലെ മഹാസഖ്യത്തിൻ്റെയും ഭാഗമാണ്. 1980-കളിൽ തന്നെ സായുധ സമരപാത ഉപേക്ഷിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെത്തിയ അവർക്ക് ബീഹാർ നിയമസഭയിൽ 2020 തെരഞ്ഞെടുപ്പിൽ 12 MLA-മാരുണ്ടായിരുന്നു. മഹാസഖ്യം തിരിച്ചടി നേരിട്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 MLA-മാരാണുള്ളത്. ലോക്സഭയിലും അവർക്ക് MP-മാരുണ്ട്. വിപ്ലവ രാഷ്ട്രീയ ചേരിയിൽ ഇത്തരം മാറ്റങ്ങൾ സംഭവിച്ചുവെങ്കിലും ഗണപതിയും സഖാക്കളും സായുധ വിപ്ലവ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിച്ച് ജനകീയ അധികാരം സ്ഥാപിക്കുകയായിരുന്നു മാവോയിസ്റ്റുകളുടെ ലക്ഷ്യം. അതിനവർ തിരഞ്ഞെടുത്ത മാർഗം സായുധ വിപ്ലവമായിരുന്നു. പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമി എന്ന പേരിൽ ഒരു വലിയ സൈന്യം തന്നെ അവർ ഉണ്ടാക്കി. 16 സംസ്ഥാനങ്ങളിലായി 20,000-ഓളം പേരടങ്ങുന്ന ഒരു സമാന്തര സൈന്യമായി ഒരു ഘട്ടത്തിൽ അത് വളർന്നിരുന്നു. ആന്ധ്ര, തെലങ്കാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വനമേഖലയിലും ആദിവാസികൾക്കിടയിലും സ്വാധീനമുറപ്പിച്ച മാവോയിസ്റ്റുകൾ ഒരു റെഡ് കോറിഡോർ തന്നെ സൃഷ്ടിച്ചു. ഭരണകൂടത്തിൻ്റെയും ഭൂപ്രഭുക്കളുടെയും ഖനന മാഫിയകളുടെയും ചൂഷണത്തിനിരയായ ആദിവാസികൾ മാവോയിസ്റ്റുകളെ രക്ഷകരായി കണ്ടു. ആദിവാസി യുവാക്കൾ മാവോയിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തീർന്നു. ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വലിയ തോതിൽ ആയുധങ്ങൾ സമാഹരിച്ചു. വ്യവസായികളിൽ നിന്നും വ്യാപാരികളിൽ നിന്നും മറ്റു സമ്പന്നരിൽ നിന്നും നിർബന്ധിത പിരിവുകളിലൂടെ പണം സമാഹരിച്ചു. പോലീസ് സേനകളുമായി അവർ നിരന്തരം ഏറ്റുമുട്ടി. കുഴിബോംബുകളും AK-47 ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് സൈന്യത്തെയും പോലീസിനെയും ആക്രമിച്ചു. നിരവധി സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടു. മാവോയിസ്റ്റുകളെ ഉന്മൂലനം ചെയ്യാൻ UPA സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ടിലും NDA സർക്കാരിൻ്റെ കാലത്ത് സൈനിക ഓപ്പറേഷനുകളിലും ആദിവാസികൾ ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് കൊല്ലപ്പെട്ടത്. ശക്തമായ സൈനിക ഓപ്പറേഷനുകൾക്ക് മുന്നിൽ മാവോയിസ്റ്റുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതായി. കോവിഡ് മഹാമാരിയും അവർക്ക് തിരിച്ചടികളുടെ കാലമായിരുന്നു. രോഗം ബാധിച്ച നേതാക്കൾക്കും പ്രവർത്തകർക്കും ചികിത്സ പോലും കിട്ടാതായി. പലരും രോഗം ബാധിച്ച് മരിച്ചു. പുറം ലോകത്തു നിന്ന് അവർ കൂടുതൽ ഒറ്റപ്പെട്ടു. മാവോയിസ്റ്റ് ഉന്മൂലനം ലക്ഷ്യമിട്ട് NDA സർക്കാർ ശക്തമാക്കിയ ഓപ്പറേഷനുകൾ അവരുടെ നേതാക്കളെ തന്നെ ഉന്മൂലനം ചെയ്തു. നിരവധി പേരെ ജയിലിലടച്ചു. സംഘടനയ്ക്കുള്ളിൽ ആഭ്യന്തര പ്രതിസന്ധികളും പ്രത്യയശാസ്ത്ര സമരങ്ങളും ശൈഥില്യം സൃഷ്ടിച്ചു. ഇന്ത്യയുടെ മോചനത്തിൻ്റെ താവളപ്രദേശങ്ങളാകുമെന്ന് അവർ കരുതിയ ചുവപ്പിടനാഴി ചുരുങ്ങി വന്നു. ആദിവാസികൾക്കിടയിലെ സ്വാധീനവും കുറഞ്ഞു വന്നു.
ദണ്ഡകാരണ്യത്തെ താവളപ്രദേശമാക്കിയതോടെ പുറത്തുനിന്നുള്ള പിന്തുണയും കുറഞ്ഞു വന്നു. എല്ലാത്തിനുമുപരി പാർട്ടിക്കുള്ളിൽ തന്നെ സായുധ വിപ്ലവത്തിൻ്റെ വിജയസാധ്യതകളെക്കുറിച്ച് സന്ദേഹങ്ങൾ ഉയർന്നു. അതിൻ്റെ എല്ലാം തുടർച്ചയായാണ് ഇപ്പോഴത്തെ കീഴടങ്ങലുകൾ. 1967 പശ്ചിമ ബംഗാളിലെ നക്സൽബാരിയിൽ ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളുടെ നേതൃത്വത്തിൽ നടന്ന കാർഷിക കലാപത്തെ ഇന്ത്യൻ ചക്രവാളത്തിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്കമെന്നായിരുന്നു ചൈനയുടെ റേഡിയോ പീക്കിംഗ് വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ട രണ്ടാമത്തെ പിളർപ്പായിരുന്നു CPIML എന്ന പാർട്ടിയുടെ രൂപീകരണം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയർമാൻ മാവോ സെതൂങ്ങാണ് തങ്ങളുടെ ചെയർമാൻ എന്നാണ് അന്നവർ പ്രഖ്യാപിച്ചത്. അന്നു മുതൽ മാവോ ചിന്തയായിരുന്നു അവർ നയിച്ചിരുന്നത്. മാർക്സിസം ലെനിനിസത്തോടൊപ്പം മാവോ ചിന്ത കൂടി ചേർത്താണ് അവർ ഇന്ത്യയിൽ വിപ്ലവം നടത്താനുള്ള പ്രത്യയശാസ്ത്രം നിർമ്മിച്ചത്. അവർ CPIയെയും CPMനെയും തിരുത്തൽവാദികളെന്നാണ് ആക്ഷേപിച്ചത്. മാർക്സിസം ലെനിനിസം എന്ന വിപ്ലവ പ്രത്യയശാസ്ത്രം തിരുത്തി വലതുപക്ഷത്തേക്കും മുതലാളിത്ത പക്ഷത്തേക്കും പോയവരാണ് അവരെന്ന് നക്സലൈറ്റുകൾ പറഞ്ഞു. പക്ഷേ പിറവിയിൽ തന്നെ പിളർന്ന് പലതായി പിരിഞ്ഞവരായിരുന്നു നക്സലൈറ്റുകൾ. നക്സൽബാരി കലാപത്തിൻ്റെ നേതാക്കളായിരുന്ന ചാരു മജുംദാരും കനുസന്യാലും ജംഗൽ സദ്ദാളുമെല്ലാം തുടക്കത്തിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായക്കാരായിരുന്നു. ആന്ധ്രയിലെയും ബീഹാറിലെയും കേരളത്തിലെയും സഖാക്കൾ സ്വന്തം വഴികളും രാഷ്ട്രീയ ലൈനുകളും തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയി. പക്ഷേ ഇവരെല്ലാം മാർക്സിസം ലെനിനിസം മാവോ ചിന്തക്കാരും വിപ്ലവപക്ഷക്കാരുമായിരുന്നു. ചൈനീസ് ചെയർമാൻ തന്നെയായിരുന്നു ഏറെക്കാലം ഇവരുടെ ചെയർമാൻ. ചൈനയുടെ വിപ്ലവപാത തന്നെയായിരുന്നു അവരുടെയും വിപ്ലവപാത. സോവിയറ്റ് യൂണിയന് പിന്നാലെ ചൈന തന്നെ മുതലാളിത്ത പാതയിലേക്ക് വഴിമാറിയപ്പോൾ മാവോയിസ്റ്റ് വിപ്ലവപാതയാണ് വഴിമുട്ടിയത്. ഇന്ത്യയുടെ പാത കണ്ടെത്താൻ അവർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഇന്ത്യൻ ഭരണകൂടം ഫാസിസവൽക്കരിക്കപ്പെട്ടുവെന്ന് അവർ തന്നെ വിലയിരുത്തുമ്പോഴും അതിനെ പ്രതിരോധിക്കുന്നതിനായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന പ്രശ്നം അവർ നേരിടുന്നുണ്ട്. സർവ്വസന്നാഹങ്ങളും സായുധ ശക്തിയുമുള്ള ഭരണകൂടത്തോട് ഏറ്റുമുട്ടി നിലനിൽക്കാനുള്ള ശേഷി അവർക്ക് ദുർബലമായി. ഇപ്പോൾ അതേ ഭരണകൂടത്തിന് മുന്നിൽ നേതാക്കൾ ഒന്നൊന്നായി കീഴടങ്ങുന്ന സ്ഥിതിയിലുമായി. 1967 ഇന്ത്യൻ ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെട്ട വസന്തത്തിൻ്റെ ഇടിമുഴക്കം അങ്ങനെ നേർത്ത് ഇല്ലാതാകുകയാണോ?